എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ PR രമേശ്. PR രമേശാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ. മലയാളിയായ ആദ്യ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് PR രമേശ്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ആൻസർ രാമകൃഷ്ണൻ ചന്ദർ. രാമകൃഷ്ണൻ ചന്ദറാണ് LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. 2025 ഗ്ലോബൽ പീസ് ഓണർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 ഗ്ലോബൽ പീസ് ഓണർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ നിത M അംബാനി. നിത M അംബാനിക്കാണ് 2025 ഗ്ലോബൽ പീസ് ഓണർ അവാർഡ് ലഭിച്ചത്. 2025 നവംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകിയ തുറമുഖം ഏതാണ്? 2025 നവംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകിയ തുറമുഖം ഏതാണ്? ആൻസർ വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തിനാണ് 2025 നവംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകിയ തുറമുഖം. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് ആരാണ്? 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ് ആരാണ്? ആൻസർ വ്ളാഡിമർ പുടിൻ. വ്ളാഡിമർ പുടിനാണ് 2025 ഡിസംബറിൽ ഇന്ത്യ സന്ദർശനം നടത്തിയ റഷ്യൻ പ്രസിഡന്റ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ ആർത്തവാവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ ആർത്തവാവധി നടപ്പാക്കി ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കർണാടക. കർണാടക സംസ്ഥാനമാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ ആർത്തവാവധി നടപ്പിലാക്കിയ സംസ്ഥാനം. 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാകുന്നത് എവിടെയാണ്? 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ നിലമ്പൂർ. നിലമ്പൂരാണ് 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാകുന്ന സ്ഥലം. 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? ആൻസർ ഉഷ ജാനകിരാമൻ. ഉഷ ജാനകിരാമനാണ് 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര? ആൻസർ 26. 26ാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഗവർണർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്?
ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഗവർണർ ഉദ്ഘാടനം ചെയ്തത്? ആൻസർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ഗവർണർ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. അമേരിക്കൻ ശതകോടീശ്വരനായ എലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി ഏതാണ്? അമേരിക്കൻ ശതകോടീശ്വരനായ എലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി ഏതാണ്? ആൻസർ അമേരിക്ക പാർട്ടി. അമേരിക്ക പാർട്ടിയാണ് അമേരിക്കൻ ശതകോടീശ്വരനായ എലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി. രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ മാവേലിക്കര. മാവേലിക്കരയിലാണ് രാജ്യത്തെ ആദ്യ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും അധികാരമേറ്റത് ആരാണ്? ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും അധികാരമേറ്റത് ആരാണ്? ആൻസർ നിതീഷ് കുമാർ. നിതീഷ് കുമാറാണ് ബീഹാർ മുഖ്യമന്ത്രിയായി 10ാം തവണയും അധികാരത്തിൽ വന്നത്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല ഏതാണ്? 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല. 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് എവിടെയാണ്? 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് എവിടെയാണ്? ആൻസർ ഖത്തർ. ഖത്തറാണ് 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത്. 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ആൻസർ പോർച്ചുഗൽ. പോർച്ചുഗലാണ് 2025 ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത്. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ആൻസർ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് 2025 20ാമത് G20 ഉച്ചകോടിയുടെ വേദി. 2026 21ാമത് G20 ഉച്ചകോടി വേദി എവിടെയാണ്? 2026 21ാമത് G20 ഉച്ചകോടി വേദി എവിടെയാണ്? ആൻസർ മിയാമി. അമേരിക്കയിലെ മിയാമിയിലാണ് 2026 21ാമത് G20 ഉച്ചകോടിയുടെ വേദി.